അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ മദ്രസയിൽ 5-ാം തരം പൊതുപരീക്ഷ പാസ്സായിട്ടുള്ള ഒരു സന്തോഷ നിമിഷത്തിലാണ് നാം ഉള്ളത്. നമ്മുടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആദ്യമായി അവൻ നേരിട്ടിട്ടുള്ള ഒരു പബ്ലിക് എക്സാമാണത്. ഇനി ജീവിതത്തിൽ ഒരുപാട് ഇതുപോലെയുള്ള എക്സാമുകൾ നേരിടാൻ നമ്മുടെ കുട്ടി കാത്തിരിക്കുകയാണ്. മദ്രസ തലത്തിലാണെങ്കിൽ 7-ാം തരം, 10-ാം തരം, +2 തലങ്ങളിൽ, സ്കൂൾ തലങ്ങളിലാണെങ്കിൽ SSLC, +2, ഡിഗ്രി, PG, അതിനപ്പുറം PhD, അതല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ്, IAS മേഖല, അങ്ങനെ പല രീതിയിലായി വിദ്യാർത്ഥികൾ അവരുടെ പൊതുപരീക്ഷകളെ ഇനിയും നേരിടാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യമായി വന്നിട്ടുള്ള ഈ ഒരു പൊതുപരീക്ഷയെ അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി, അതിൻ്റെ മെറിറ്റോടുകൂടി കാണാൻ പ്രിയപ്പെട്ട ഉമ്മമാർക്ക്, ഉപ്പമാർക്ക് സാധിക്കണം. നമ്മൾ ആ കുട്ടിക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുന്നിടത്താണ് ഇനിയുള്ള അവൻ്റെ ജീവിതത്തിലെ വളർച്ച ആരംഭിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലം വിദ്യാർത്ഥിയുടെ പഠന ജീവിതകാലത്ത് നമ്മൾ നന്നായി സപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ്. കുട്ടിയുടെ 5 വർഷം കഴിയുമ്പം എന്ന് പറയുമ്പോൾ ഏകദേശം കുട്ടിക്ക് ഒരു 11 വയസ്സ്, 12 വയസ്സൊക്കെ പ്രായമായി. ഇനി സ്വന്തമായി പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് കുട്ടിയെ ഉയർത്തിക്കൊണ്ടുവരണം. ചില ഉമ്മമാരുണ്ട്, കുട്ടിയെ എല്ലാ ദിവസവും കൂടെ തന്നെ ഇരുന്ന് പഠിപ്പിക്കും. അവൻ 10-ാം ക്ലാസ് പഠിക്കുമ്പോഴും 12-ാം ക്ലാസ് പഠിക്കുമ്പോഴും അവൻ്റെ കൂടെ കൂടും, അല്ലെങ്കിൽ അവളുടെ കൂടെ കൂടും. ആ രീതിയിലാണ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക. അത് ശരിക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക. നേരെ മറിച്ച് നമ്മൾ കുട്ടിക്കൊരു പ്രായമാകുമ്പം അവൻ സ്വന്തമായി പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ആ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. നിങ്ങളോട് 5-ാം തരം പൊതുപരീക്ഷ പാസ്സായ ഈ സമയത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഉമ്മമാർ, ഉപ്പമാർ എന്നുള്ള രീതിയിൽ നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനം വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടിയുടെ ഭാവി ജീവിതത്തിന് വലിയ ഉപകാരപ്രദമാവണം. ആ രീതിയിലുള്ള നല്ലൊരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ഇന്ന് തീരുമാനം പിഴച്ചാൽ അത് ഭാവിയിൽ കുട്ടി പറയും, എൻ്റെ ഉമ്മ ഇങ്ങനെ തീരുമാനിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന മേഖലയിലേക്ക് പോകുമായിരുന്നു എന്ന് കുട്ടി പറയുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കുട്ടിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ് ഇന്ന് ലോകത്ത് നടക്കുന്ന നല്ല വിദ്യാഭ്യാസ സംവിധാനങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി, നല്ല സ്കൂളിനെക്കുറിച്ച് അറിഞ്ഞ്, നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ കുട്ടിക്ക് തുടർ പഠനം വേണ്ടതുപോലെ കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ രക്ഷിതാവായിട്ട് നിലകൊള്ളേണ്ടത്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ചെറുതാണ്. ആ കുട്ടിക്ക് ഞാൻ എന്ത് പഠിക്കണം, ഏത് മേഖലയിലേക്ക് പോകണം എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രായമായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഉമ്മമാരായ, ഉപ്പമാരായ നമ്മൾ രക്ഷിതാക്കളാണ് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു പ്ലാനിങ് തയ്യാറാക്കി ആ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവേണ്ടത്. അത് നമ്മുടെ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കണം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തെക്കുറിച്ച്, സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നൊരു ഉദ്ദേശം കൂടി എനിക്കുണ്ട്. നമ്മുടെ വിദ്യാർത്ഥി പഠിക്കുമ്പം ഇന്നത്തെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ആ കുട്ടി ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്ന കുട്ടിയാവണം. അറബിയും മലയാളവും ഉറുദുവും ഇംഗ്ലീഷും. ഇന്ന് ലോകം ഒരു ഗ്ലോബൽ വില്ലേജിലേക്ക് ചുരുങ്ങാണ്, അല്ലേ? പണ്ട് കാലത്ത് നമ്മുടെ ഒരു ഗ്രാമത്തിൽ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ ഒരു 5-6 പേർ, അല്ലെങ്കിൽ ആ ഗ്രാമവാസികൾ മാത്രമാണ്. ഇന്നങ്ങനെയല്ല. ഇന്നൊരു കുട്ടി ലോകത്തിനോട് സംസാരിക്കാൻ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉള്ള ആളുകളോട് സംസാരിക്കാൻ. അതുകൊണ്ട് തന്നെ കുട്ടി ലോകത്തിൻ്റെ ഭാഷ അറിയണം. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുട്ടിക്ക് ഉണ്ടാവണം. ഓരോ ഘട്ടത്തിലും IT മേഖല, കമ്പ്യൂട്ടർ മേഖലയൊക്കെ, നെറ്റ്വർക്കിൻ്റെ മേഖലകൾ, ഇൻ്റർനെറ്റിൻ്റെ മേഖലകളൊക്കെ വലിയ വികാസമാണ്. ഓരോ ദിവസവും, ഓരോ സെക്കൻഡുകളിലും മണിക്കൂറുകളിലുമൊക്കെ വലിയ വലിയ അപ്ഡേഷനുകൾ നടത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ അപ്ഡേഷനുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന കുട്ടിയായി നമ്മുടെ മക്കളും മാറണം. അങ്ങനെ മാറിയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും ആ കുട്ടി മറ്റുള്ള മക്കളുടെ ഇടയിൽ ഒന്നുമല്ലാത്തവനായിട്ട് തീരും. അപ്പോൾ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റിയ നല്ലൊരു കോഴ്സ് ഏതാണ്, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ആ കുട്ടിക്ക് നന്നായി ഭാഷ പഠിക്കാൻ പറ്റണം. ആ കുട്ടിക്ക് നന്നായി സംസാരിക്കാൻ പറ്റണം. ഇന്ന് നമുക്കറിയാമല്ലോ, ഓരോ വീടുകളിലും പ്രോഗ്രാമുകൾ നടക്കുകയാണ്. ഓരോ മൊബൈൽ ഫോണുകൾ എടുത്തിട്ട് നമ്മുടെ കുട്ടികൾ പുതിയ റീലുകൾ ചെയ്യാൻ, പുതിയ സന്ദേശങ്ങൾ കൈമാറാൻ. ഇന്നത്തെ കാലത്ത് സംസാരിക്കാൻ അറിയാത്തൊരു കുട്ടിയായി
ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയാൻ പറ്റാത്തൊരു കുട്ടിയായി നമ്മുടെ കുട്ടി മാറാൻ പാടില്ല. അതിന് ഉമ്മമാരായ നമ്മളാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. അതുപോലെ ഇന്ന് കമ്പ്യൂട്ടർ യുഗത്തിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള വലിയ വിപ്ലവങ്ങൾ, AI-യുടെ വിപ്ലവങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് അറിയാത്തൊരു മോനായി നമ്മുടെ മോൻ ഭാവിയിൽ വളർന്നു വരാൻ പാടില്ല. അതിന് ഉതകുന്ന രീതിയിലുള്ള നല്ല കോഴ്സ് കുട്ടിക്ക് കൊടുക്കണം. അതിനുള്ള ഒരു കോഴ്സ് ഇപ്പം നിലവിൽ നിങ്ങളുടെ കുട്ടിയുടെ മുമ്പിലുള്ള ഒരു അവസരമായിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് 12 വയസ്സ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ലോകപ്രസിദ്ധമായ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സുണ്ട്. മനോഹരമായ ഹുദവി കോഴ്സാണത്. കാസർഗോഡ് ജില്ലയിൽ ഉദുമ പടിഞ്ഞാറിൽ MICയുടെ കീഴിൽ ആ ഒരു കോഴ്സുണ്ട് എന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താണ്. വേണമെങ്കിൽ നമുക്കതിലേക്ക് ചേരാവുന്നതാണ്. ഈ കുട്ടികൾക്ക് ഭാഷാ പഠനം നൽകുന്നു, പ്രസംഗ തൂലിക പരിശീലനം, എഴുതാനുള്ള പരിശീലനം, പറയാനുള്ള പരിശീലനം. അതോടൊപ്പം തന്നെ കുട്ടി ഇസ്ലാമികമായിട്ട് ഏറ്റവും നല്ല ഒരുപാട് കിതാബുകൾ പഠിച്ച് മഹാരഥന്മാരായ ഇമാമിങ്ങളെപ്പോലെ ഉയർന്നു വരാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ആ കുട്ടിക്ക് മറ്റ് ഭൗതികമായ വിഷയങ്ങൾ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നു. ഇസ്ലാമികമായിട്ട് ആ കുട്ടിക്ക് ഡിഗ്രിയും PGയും അടക്കം കരസ്ഥമാക്കാൻ വേണ്ടി പറ്റുന്നു. അതോടൊപ്പം കുട്ടിയുടെ സ്കൂൾ പഠനം നമ്മുടെ സാധാരണ നാടുകളിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനേക്കാൾ നന്നായി, ആ പെർഫോമൻസിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയായി വളരുന്നതിന് വേണ്ടി കുട്ടിക്ക് സ്കൂളിൽ പഠിക്കാൻ പറ്റുന്നു. എന്ന് പറഞ്ഞാൽ സ്കൂൾ സിലബസ് കുട്ടി പഠിക്കുന്നു എന്നർത്ഥം. ആ കുട്ടിക്ക് ഭാഷയിൽ നല്ല കഴിവുണ്ടാകുന്നു, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ. അതോടൊപ്പം തന്നെ അറബി ഭാഷയിൽ, ഉറുദു ഭാഷയിൽ ഒക്കെ കുട്ടികൾക്ക് നല്ല കഴിവുണ്ടാകുന്നുണ്ട്. ആ കുട്ടി SSLC പരീക്ഷ എഴുതുന്നു റെഗുലറായിട്ടുള്ള സ്കൂൾ സംവിധാനത്തിൽ തന്നെ. അതിനുശേഷം ആ കുട്ടി +2 പരീക്ഷയ്ക്ക് ഇരിക്കുന്നു. അതിനുശേഷം ആ കുട്ടി ഡിഗ്രി പരീക്ഷ എഴുതുന്നു, PG പരീക്ഷ എഴുതുന്നു. ഈ രീതിയിലേക്കൊക്കെ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കോളേജ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലുണ്ട് എന്നത് നമുക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്നതല്ലേ. അപ്പോൾ അതിലേക്ക് നമ്മുടെ കുട്ടികളെ ചേർക്കാൻ നമുക്ക് സാധിക്കണം. ആ സാധിക്കുന്നിടത്ത് നമ്മൾ എടുക്കുന്നൊരു തീരുമാനം ഭാവിയിൽ വലിയ ഒരു മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ മോൻ എന്തിനാ ചേരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ജീർണതകൾക്കെതിരെ സംസാരിക്കാൻ പറ്റുന്ന, വിശുദ്ധമായ ദീനിൻ്റെ പാരമ്പര്യങ്ങളെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന നല്ലൊരു പണ്ഡിതനാകുന്നു. അതോടൊപ്പം തന്നെ ഭൗതിക മേഖലയിൽ കഴിവുള്ള നല്ലൊരാളാകുന്നു. അവന് സാമ്പത്തികമായ മേഖലകൾ ഫോക്കസ് ചെയ്തിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ദീനി ദാവത്തും അവൻ്റെ മുമ്പിൽ ഉണ്ടാവണം എന്നതാണ് നമ്മൾ അവനോട് കണ്ടീഷനായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥാപനമാണ് നമ്മുടെ MIC ദാറുൽ ഇർഷാദ് അക്കാദമി എന്ന് പറയുന്ന സംവിധാനം. ബഹുമാനപ്പെട്ട സമസ്ത കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനത്തിലേക്ക് നമ്മുടെ കുട്ടികളെ ചേർക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാ നിങ്ങൾക്കൊരു നമ്പർ പറഞ്ഞു തരാം. നിങ്ങൾ ആ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി എന്നറിയിക്കുകയാണ്. അപ്പം എല്ലാ രീതിയിലും ആ കോളേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ റെസിഡൻഷ്യൽ സംവിധാനമാണ്. 24 മണിക്കൂറും കുട്ടി അവിടെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ കുട്ടി സ്കൂളിലും കോളേജിലും പോകുന്നതിനേക്കാൾ നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നാണ്. 5 വക്ത് നിസ്കാരം ആ കുട്ടി ഖളാ ആവാതെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് പറ്റുന്നു. ആ കുട്ടി നമ്മുടെ നാടുകളിൽ ഇന്ന് കഞ്ചാവിൻ്റെയും ലഹരീൻ്റെ ഒക്കെ പ്രശ്നമല്ലേ. നമ്മുടെ കുട്ടികൾ ഈ ക്യാമ്പസിൽ വളരെ സുരക്ഷിതരായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ കുട്ടികൾക്ക് അവരുടെ പാട്ട് പരിശീലനം, മറ്റ് കാര്യങ്ങൾ, പ്രസംഗ പരിശീലനമൊക്കെ വേണ്ടിയിട്ട് നമ്മളിവിടെ വർഷത്തിലൊരിക്കൽ മനോഹരമായ ആർട്സ് ഫെസ്റ്റ് നടത്താറുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ സ്പോർട്സ് മത്സരങ്ങൾ നടത്താറുണ്ട്. കുട്ടികൾക്ക് വർഷത്തിലൊരിക്കൽ ടൂർ പ്രോഗ്രാമുകൾ, മറ്റ് ഔട്ട്ഡോർ പ്രോഗ്രാമുകൾ, പോരാതെ മാസത്തിൽ 4 ദിവസം ലീവ്, ബലിപെരുന്നാളോടനുബന്ധിച്ച് 10 ദിവസം ലീവ്, ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് 45 ദിവസമുള്ള ലീവ്. അങ്ങനെ ആ കുട്ടികൾക്ക് ആവശ്യമായ ലീവുകളുണ്ട്. അതോടൊപ്പം ഈ കുട്ടി ഇവിടെ നിന്നിട്ട് അവൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടുന്നു, ആളുകളോട് ഇടപെടാനുള്ള കഴിവ് കൂടുന്നു. അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ കുട്ടികളെ ഉഷാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സംവിധാനം എന്നുള്ള രീതിയിലാണ് അൽഹംദുലില്ലാ നമ്മുടെ ഈ ഹുദവി കോഴ്സിനെ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സമ്മാനമാണ്. ഈ സമ്മാനം നമുക്ക് ഇന്ന് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ചേർക്കാമെന്ന് വിചാരിക്കുമ്പം
ആ കുട്ടിയുടെ വയസ്സ് കഴിഞ്ഞു പോകും. ഒരവസരം ഉണ്ടാവണമെന്നില്ല. ഈ ഹുദവി സിസ്റ്റത്തിൽ പഠിച്ചിട്ട് പുറത്തിറങ്ങിയ ആളുകൾ ഇന്ന് ഗവൺമെൻറ് മേഖലകളിൽ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തും രാജ്യത്തിനകത്തും പുറത്തും ഒരുപാട് പള്ളികൾ നിർമ്മിക്കുന്നിടത്ത്, അതിൻ്റെ ജാഗരണ പ്രവർത്തനങ്ങൾ നടത്തുന്നിടത്ത്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നിടത്തൊക്കെ ഒരുപാട് ഹുദവി പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ പറ്റും. അവരിതുപോലെ 12 വർഷത്തെ ഈ ഒരു ഹുദവി കോഴ്സ് പൂർത്തിയാക്കിയിട്ട് പുറത്തിറങ്ങിയവരാണ്. അതുപോലെ ഭാവിയിൽ ഒരു അടയാളപ്പെടുത്തൽ നടത്തുന്ന ഒരു പൊന്നുമോനായി നമ്മുടെ മോന് മാറണം. അതിനു വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ആ സ്ഥാപനത്തിൻ്റെ നിലവിൽ പ്രിൻസിപ്പളായിട്ട് കൂടി സേവനം ചെയ്യാൻ നിങ്ങൾക്ക് ഈ മെസ്സേജ് കൈമാറുന്നത് നിങ്ങളുടെ കുട്ടി കഴിവുള്ളൊരു കുട്ടിയാണ് എന്ന് അറിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ കഴിയാവുന്ന രീതിയിൽ നിങ്ങൾ ഈ സിസ്റ്റത്തിലേക്ക് കുട്ടിയെ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എല്ലാ രീതിയിലും നമുക്കുണ്ടാകും. നമ്മുടെ ചെറിയ മോനെ വിശുദ്ധമായ ദീനിൻ്റെ മാർഗത്തിൽ നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറ്റുന്ന ഒരു മോന്, നമ്മൾ മയ്യത്തായിട്ട് കിടക്കുമ്പം നമുക്ക് ഇമാമത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു മോന്, ആ രീതിയിൽ നമ്മുടെ ആ എല്ലാവിധ പാരമ്പര്യങ്ങളെയും മുറുകെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു പണ്ഡിതനെ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ഭൗതികമായ മേഖലകളിൽ എല്ലാ കഴിവും കിട്ടിയ ഒരു കുട്ടിയായിട്ട് മാറുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങളുടെ കുട്ടികളെ അയക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരനുഭവം പറയാം. കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ സിസ്റ്റത്തിലേക്ക് വന്ന ഇതുപോലെ നിങ്ങളുടെ കുട്ടികളെ പോലെ മദ്രസയിൽ 5ാം തരം പൊതുപരീക്ഷ പാസ്സായി നമ്മുടെ സിസ്റ്റത്തിലേക്ക് വന്ന് 2 വർഷം കഴിഞ്ഞൊരു കുട്ടി, ആ കുട്ടി ഈ വർഷം അൽഹംദുലില്ലാ ഒരു ഇംഗ്ലീഷിൽ അവനൊരു പുസ്തകം രചിക്കുകയുണ്ടായി. ഏകദേശം ഒരു 100ഓളം പേജ് വരുന്ന ഒരു പ്രിന്റഡ് പുസ്തകം എന്ന് പറഞ്ഞാൽ അതിലേക്ക് ആ കുട്ടിയെ പ്രാപ്തനാക്കി എടുക്കുന്നിടത്ത് ഈ സ്ഥാപനം വലിയ പരിശ്രമം നടത്തിയിട്ട് റിസൾട്ട് ഉണ്ടാക്കിയെടുത്തു എന്നാണ്. ഇതുപോലെ നമ്മുടെ കുട്ടികൾ മാറണം. ആ കുട്ടി വന്നിട്ട് ഒരു 1-2 മാസം കഴിയുമ്പം നന്നായിട്ട് പ്രസംഗിക്കണം. നാട്ടിലെ പള്ളികളിൽ, നാടുകളിലെ മജ്ലിസുകളിൽ, നമ്മുടെ ദുആ സദസ്സുകളിൽ, അതുപോലെയുള്ള മറ്റ് സന്ദേശങ്ങൾ കൈമാറുന്നിടത്ത് നമ്മുടെ കുട്ടികൾ വരണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സന്ദേശം നിങ്ങളിലേക്ക് കൈമാറുന്നത്. അപ്പോൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനൊരു നമ്പർ പറയാം. ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ കുട്ടിയെ ചേർക്കാൻ വേണ്ടി പറ്റും. നിലവിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ മലേഷ്യയിൽ നിന്ന്, അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും അകത്തും, രാജ്യത്തിന് പുറത്തും അകത്തൊക്കെയുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് PhD കരസ്ഥമാക്കിയ ആളുകളുണ്ട്. അവിടെയൊക്കെ വലിയ വലിയ അസിസ്റ്റൻ്റ് പ്രൊഫസർമാരായി, മറ്റു മേഖലകളിലായി, ടീച്ചിങ് ഫീൽഡുകളിലായി ഒക്കെ സേവനം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ ഉയർന്നു വരാനുള്ളൊരു അവസരമാണ് ഇന്ന് ലോകത്ത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സംവിധാനമായിട്ടാണ് ഇതിനെ കാണുന്നത്, കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് കുട്ടിയുടെ ഭാവി ജീവിതത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലൊരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റണം. അതിന് വിഘാതമാവുന്നൊരു തീരുമാനത്തിലേക്ക് നമ്മൾ രക്ഷിതാക്കൾ പോകരുത്. കുട്ടിയെ 12 വർഷം പഠിക്കാൻ വേണ്ടിയിട്ട് അയക്കുമ്പം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്നൊരു ചിന്ത, ആ കുട്ടി പോയാൽ വീട്ടിൽ ആരും ഇല്ലല്ലോ എന്നാണ്. നമ്മുടെ ഒരു ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടിയുടെ ഭാവിയെ നമ്മൾ തകർക്കരുത്. വീട്ടിൽ സാധനം വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് അത് പറയൽ നാണക്കേടല്ലേ. നമ്മൾ ഇത്രയും കഴിവുള്ളൊരു കുട്ടിയെ ഉമ്മാക്ക് പേടിയാവുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉമ്മാക്ക് ആളാവാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിർത്തുക എന്ന് പറയുന്നത്, നമുക്ക് ആൾ വേണ്ടത് ഇവിടെയല്ലല്ലോ, നാളെ ആഖിറത്തിലല്ലേ. അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടിയെ ഉണ്ടാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അത് വലിയൊരു ത്യാഗമായിട്ട് മാറും. ചരിത്രത്തിൽ നമ്മൾ രേഖപ്പെടുത്തപ്പെടും. നമ്മുടെ ഉമ്മ ഉപ്പ ഇന്നാലിന്ന മോൻ്റെ ഉമ്മയുപ്പ എന്ന് പറയുന്ന രീതിയിലേക്ക് അടയാളപ്പെടുത്തപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞാൻ നമ്പർ പറയാം. ഈ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കുട്ടിയെ ചേർക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും. 97 44 75 65 23 ഈ നമ്പറിലേക്കാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത്. അള്ളാഹു നന്മയിൽ ഒരുമിക്കാനും നല്ല കാര്യങ്ങൾ തീരുമാനിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.